അങ്ങനെ നമ്മുടെ കേരള PSCയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ജോലിയായിട്ടുള്ള നമ്മുടെ LDC പരീക്ഷ വരാനായിട്ട് പോവുകയാണ്. നവംബർ 30-ന് കേരള PSCയിൽ നിന്നും LDCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഏകദേശം 10,000-ൽ കൂടുതൽ വേക്കൻസികളാണ് LDCയിൽ ഇപ്രാവശ്യം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു പ്രാവശ്യത്തെ LDCയിൽ കയറാനായിട്ട് കഴിയും. അപ്പം നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ LDC പരീക്ഷ 2024-ന് നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ്, LDC 2024-ന്റെ സിലബസ് എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും നമ്മുടെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു വിവരം ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം LDC 2024. അപ്പം നമ്മുടെ കേരള PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് LDC 2024-ന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് നവംബർ 30-ാം തീയതിയാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഈ മാസം 30-ാം തീയതി നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഏകദേശം 10 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ ഒരു LDC 2024 പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. മാത്രമല്ല നമ്മുടെ ഈ നവംബർ 30-ന് വരുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ജനുവരി 3 വരെ ആയിരിക്കും കേട്ടോ. 2024 ജനുവരി 3 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ ഈ പറയുന്ന LDCയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. LDCയുടെ റാങ്ക് ലിസ്റ്റ് ഈ 2024 നടക്കുന്ന LDCയുടെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 1-നാണ് കേട്ടോ. എപ്പോഴാണ്? ഓഗസ്റ്റ് 1-ന് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മുടെ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും. എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 6 മാസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യും, പരീക്ഷ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു 3 ടൈം പീരീഡ് നമുക്ക് കിട്ടുകയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് LDC 2024-ന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ LDC പരീക്ഷയുടെ ക്ലർക്കിൻ്റെ മുഖ്യ പരീക്ഷയുടെ മാർക്ക് വിവരമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഭൂമിശാസ്ത്രം ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിനുണ്ടാവും. ധനതത്വശാസ്ത്രം എക്കണോമിക്സിൽ നിന്ന് 5 മാർക്കിനുണ്ടാവും. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്കിന്, കേരളം ഭരണ സംവിധാനത്തിൽ നിന്ന് 5 മാർക്കിനുണ്ടാവും. ജീവശാസ്ത്രം പൊതുജന ആരോഗ്യത്തിൽ നിന്ന് 6 മാർക്കിനുണ്ടാവും. ഭൗതികശാസ്ത്രം ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും. കലാകായികം സാഹിത്യത്തിൽ നിന്ന് 5 മാർക്കിനുണ്ടാവും. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ IT ആൻഡ് ബേസിക് ഇൻഫോർമേഷൻസിൽ നിന്ന് 3 മാർക്കിന് ചോദ്യം. സുപ്രധാന നിയമനങ്ങൾ അതിൽ നിന്ന് 5 മാർക്കിനുണ്ടാവും. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കിന് കറണ്ട് അഫയേഴ്സിന് ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ മാത്സ് 10 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കാണ്. മലയാളത്തിൽ നിന്ന് 10 മാർക്കിന് ചോദ്യം. അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തം 100 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടാവുക. ഇത് പ്രിലിംസ് പരീക്ഷയില്ല, ഇതെന്ന് പറയുന്നത് LDC മെയിൻസ് പരീക്ഷയാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിലെ 2024-ലെ ഈ പറയുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവംബർ 30-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നാൽ ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന ഈ പറയുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനകത്തുള്ള സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ LDCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ PDF മെറ്റീരിയൽസ്, അതുപോലെ മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റുകളും ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ PDF മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഒക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 200 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പരീക്ഷ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകളും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, 200 രൂപ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ 200 രൂപ എന്ന് പറയുന്ന വലിയ എമൗണ്ട് ഒന്നുമല്ല. നിങ്ങൾക്കറിയാം പല ചാനലുകളും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസും വലിയ ഫീസുകൾ വാങ്ങുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ എല്ലാവർക്കും അവൈലബിൾ ആക്കിക്കൊണ്ട് മെറ്റീരിയൽസിന് മാത്രമാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് 996611
6927 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പേടിഎമ്മോ ഒക്കെ വഴി നിങ്ങൾക്ക് പേ ചെയ്യാം. പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 9961616922. ഈ നമ്പറിലേക്ക് ആരും വിളിക്കരുത്. ഇത് പേയ്മെന്റിനും അതുപോലെ തന്നെ വാട്സപ്പിനും വേണ്ടിയിട്ടുള്ള നമ്പറാണ്. ഒരു കാരണവശാലും ഈ നമ്പറിലേക്ക് വിളിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് അയക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 200 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടിന് താഴെ നിങ്ങൾ LDC എന്ന് കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾ ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ ഏതൊക്കെ സിലബസിൻ്റെ ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന പോർഷനകത്തിൽ നിന്ന് നമുക്ക് വരുന്നത് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കാണ്. ഇതിൽ ഏകദേശം നമ്മൾ ക്ലാസ്സുകളൊക്കെ പലതും എടുത്തതാണ്. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേലിസ്റ്റ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഒന്നേന്ന് പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സിലബസ് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും മെറ്റീരിയൽസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന പോർഷൻ പഠിക്കാനുണ്ട്. യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ നമ്മുടെ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിക്കാനുണ്ട്. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്ര സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നീ പറയുന്ന പോർഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിലബസ് എല്ലാം നമുക്ക് കവർ ചെയ്യണം. കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രം, ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആധിപത്യം, 1-ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തിലെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്നീ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഇതിൽ ഏകദേശം നമ്മൾ കവർ ചെയ്താണ്. ഇതിൻ്റെ എല്ലാ പോർഷൻസ് നമ്മൾ കവർ ചെയ്താണ്. നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ച് നമുക്ക് ലോക ചരിത്രത്തിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി വരുന്നത് 5 മാർക്കിനാണ് ജോഗ്രഫിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക. അതിൽ തന്നെ നമുക്ക് ഭൂമിശാസ്ത്രത്തിന് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, അതുപോലെ തന്നെ എന്താണ് മലിനീകരണം, മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, അടയാളങ്ങൾ, വിദൂര സംവേദനം പോലുള്ള പോർഷൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതുപോലെ ഇന്ത്യയിലെ നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി എന്നീ പോർഷൻസിൽ നിന്നും ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജോഗ്രഫി, കേരള ജോഗ്രഫിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്കണോമിക്സിൽ നിന്നും നമുക്ക് 5 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. ഇന്ത്യ സാമ്പത്തിക രംഗം, 5 ഇയർ പ്ലാന്, പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്, അതുപോലെ തന്നെ ന്യൂ എക്കണോമിക് പോളിസി, ധനകാര്യ സ്ഥാപനം, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം എന്നീ പോർഷൻസിൽ നിന്നൊക്കെ 5 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ചോദ്യമുണ്ട്. അതുപോലെ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ഏകദേശം കവർ ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമുക്ക് എത്ര മാർക്കിനുണ്ട്, 5 മാർക്കിന് ചോദ്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശം, നിർദ്ദേശിക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകം, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനം, അവയുടെ ചുമതലകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ പോർഷൻസിൽ നിന്നൊക്കെ 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. കൂടാതെ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 5 മാർക്കിനാണ് ചോദ്യം. സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവും സാമൂഹ്യക്ഷേമ പദ്ധതികളും എന്നീ പോർഷൻസിൽ നിന്നൊക്കെ 5 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക.
അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 6 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതിനകത്ത് എന്ന് പറയുമ്പോൾ ബയോളജിയാണ്, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിയാണ്. ബയോളജിയിൽ നിന്ന് 6 മാർക്കിനാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യവും വിജ്ഞാപനവും, പരിസ്ഥിതിയും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഈ പറയുന്ന എല്ലാ സിലബസും കൂടി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ 200 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് വലിയൊരു ഓഫർ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽസും മോഡൽ എക്സാമും ഒക്കെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മോഡൽ എക്സാം ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ മോഡൽ എക്സാം നിങ്ങൾക്ക് ലൈവായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 200 രൂപ മാത്രമേ പേയ്മെൻ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഇപ്പം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫിസിക്സിൽ നിന്ന് 3 മാർക്കിന്, ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 3 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ 3 മാർക്കിനാണ് കെമിസ്ട്രിയിൽ നിന്നും ചോദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ വരുന്നത് പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ പോർഷനിൽ നിന്ന് നമുക്ക് 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതിനകത്ത് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാരന്മാർ എന്നീ ടോപ്പിക്കുകളാണ് നമുക്ക് അതിനകത്ത് കവർ ചെയ്യേണ്ടത്. കായിക രംഗത്ത് നിന്ന് മാക്സിമം നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ കേരളം കായിക രംഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അടിസ്ഥാന വിവരങ്ങൾ, കായിക വേദികൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് പോലുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് കായികം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസ്കാരം എന്ന് പറയുന്ന പോർഷനകത്ത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ എന്നീ പോർഷൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ബേസിക് ഇൻഫോർമേഷൻ ഓഫ് കമ്പ്യൂട്ടർ, IT-യിൽ നിന്ന് നമുക്ക് 3 മാർക്കിന് ചോദ്യമുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്താണ്, ഇൻ്റർനെറ്റ് എന്താണ്, അതുപോലെ തന്നെ സൈബർ ക്രൈം, IT ആക്ട് പോലുള്ള പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 3 മാർക്കിന് നമുക്ക് IT നമുക്ക് LDCക്ക് വേണ്ടി കവർ ചെയ്യണം. സുപ്രധാന നിയമങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, കസ്റ്റമേഴ്സ്, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ തന്നെ എന്താണ് വൾണറബിൾ സെക്ഷൻസിനെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത്, SC/ST കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, അതിനെക്കുറിച്ചുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ, അതുപോലെ തന്നെ പോക്സോയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആനുകാലികം, കറണ്ട് അഫയേഴ്സിന് നമുക്ക് 20 മാർക്കായിരിക്കും ഉണ്ടാവുക. ഈ കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന കോഴ്സിനകത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ 20 മാർക്കാണ് നിങ്ങൾക്ക് കറണ്ട് അഫെയറിന് വരുന്നത്. അപ്പോൾ 20 മാർക്ക് നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏത് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യയിൽ ആര് ഏതൊക്കെ, കേരളത്തിൽ ആര് ഏതൊക്കെ ഇതുള്ള പോർഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും വേഗം നിങ്ങൾക്ക് കയറാൻ പറ്റുന്നോ അത്രയും വേഗം കയറുക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റിലൊക്കെ ആയിട്ട് പോകാം. പിന്നെ ഇതിനകത്ത് വരുന്ന മാത്സ് ആണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്കാണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 10 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്നും കേട്ടോ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനും നിങ്ങൾക്ക് 10 മാർക്കിനായിരിക്കും ഇംഗ്ലീഷിന് ചോദ്യം ഉണ്ടാവുക. ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു പോർഷനാണ് മലയാളവും നിങ്ങൾക്ക് എത്ര മാർക്കിനാണ്, 10 മാർക്കിനായിരിക്കും മലയാളവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും വെച്ചിട്ട് ഇംഗ്ലീഷും മാത്സും മലയാളവും നമുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാര്യം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇംഗ്ലീഷും മാത്സും മലയാളവും നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സും, മലയാളവും കിട്ടുമ്പോൾ തന്നെ നമുക്ക് അവിടെ എത്ര മാർക്കായി, അപ്പോൾ തന്നെ നമുക്ക് 30 മാർക്കായി അല്ലേ. ഇംഗ്ലീഷ് 10 ആയി അല്ലേ. ഇംഗ്ലീഷ് 10, മാത്സ് എത്ര 10, അതുപോലെ തന്നെ മലയാളം എത്രയായി 10 മാർക്ക്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ എത്ര മാർക്ക് കിട്ടി, 30 മാർക്ക് അവിടെ ആയി. പിന്നെ വരുന്ന കറണ്ട് അഫയേഴ്സ് 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർ എന്നൊരു 15 കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ 45 മാർക്ക് അവിടെ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി നമുക്കൊരു 30 മാർക്ക് അതിൽ നിന്ന്, ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ബാക്കി നമുക്കൊരു 30 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റിയാൽ അപ്പോൾ എത്ര മാർക്കായി, എല്ലാം കൂടി 75 മാർക്കിന് മേലെ നമുക്ക് കിട്ടുന്ന രീതിയിലോട്ട് നമ്മൾ മാറണം അല്ലേ. അപ്പോൾ മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ നേരത്തെ നമുക്കൊരു 70+ മാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിച്ച് തന്നെ പോകണം. കാര്യം ഇത് കളിയല്ല. കാര്യം LDC പരീക്ഷ 2024 പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം
15 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതും പരീക്ഷ എഴുതുന്ന ഏകദേശം 12 മുതൽ 13 ലക്ഷം, എന്തായാലും 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതും. ഏകദേശം 12-13 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയായിരിക്കും നമ്മുടെ LDC 2024 ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കളിച്ച് കളയാൻ പറ്റിയ സാധനമല്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിന്നാൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കംപ്ലീറ്റ് അക്സസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 200 രൂപ മാത്രമേ പേയ്മെൻ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ നമ്പരും കൂടി നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 9961116922. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 200 രൂപ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ LDC എന്നും കൂടി ടൈപ്പ് ചെയ്ത് ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇന്ന് തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, മാക്സിമം ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം, ഒരുമിച്ച് തന്നെ ജോലി അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഏകദേശം ഓരോ ജില്ലയിലും ഏകദേശം 500 മേലെ ഏകദേശം 1000-ഓളം വേക്കൻസികൾ വരുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മിനിമം 500 വേക്കൻസി എങ്കിലും ഒരു ജില്ലയിലുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്ത് അക്സസിബിലിറ്റി ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് LDCയുടെ ബാച്ച് ഡിസംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും മാക്സിമം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ LDC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസംബർ 1-നുള്ള നമ്മുടെ LDC ബാച്ചിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.